അപ്പം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് YAPൻ്റെ മൊത്തം ഐഡൻറ്റി രജിസ്ട്രേഷൻ മുതൽ എല്ലാ പ്രോസസ്സും എങ്ങനെയാണ് ചെയ്യുക എന്നാണ് നോക്കാൻ പോകുന്നത്. ആദ്യം തന്നെ ഇപ്പോൾ ആപ്പ് ലഭിക്കുന്നില്ല എന്ന് ചില ഫോണുകൾ ലഭിക്കുന്നില്ല. അപ്പം നമ്മൾ വെബ്സൈറ്റിലാണ് ചെയ്യുന്നത്. YAP എന്ന് നമ്മളുടെ ഗൂഗിളിൽ പോയി ടൈപ്പ് ചെയ്യുക. yap.kerala.gov.in എൻ്റർ ചെയ്യുമ്പോൾ നിങ്ങൾ ഓൾറെഡി യൂസ് ചെയ്തിരുന്നെങ്കിൽ അങ്ങനെ ഒരു പേജായിരിക്കും കാണിക്കുക, ഇല്ലെങ്കിൽ ഇപ്പോൾ കാണുന്നതിലും വേറൊരു പേജായിരിക്കും കാണുക. അതിൽ ലോഗിൻ എന്ന് കൊടുത്തതിന് ശേഷം നമുക്ക് ഇപ്പോൾ കാണുന്ന രീതിയിൽ ഒരു പേജ് ലഭിക്കും. അതിൽ രജിസ്റ്റർ ചെയ്യാൻ നിങ്ങളുടെ നെയിം ഫുൾ നെയിം ടൈപ്പ് ചെയ്യണം. പിന്നെ ഇമെയിൽ, ഫോൺ നമ്പർ, സെലക്ട് ഡിസ്ട്രിക്റ്റ് ആൻഡ് സെലക്ട് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഇമെയിൽ എന്ന് പറയുന്നത് നിങ്ങളുടെ ഇമെയിൽ കൊടുക്കുക. നിങ്ങൾ ആ ഇമെയിലേക്കായിരിക്കും നിങ്ങളുടെ YAPൻ്റെ മൊത്തം ലൈഫ്, ഈ YAP എത്ര കാലം നിങ്ങൾ യൂസ് ചെയ്യുന്നോ അത്രയും കാലത്തെ അപ്ഡേഷൻസ് ഒക്കെ ഈ ഇമെയിലേക്കായിരിക്കും വരിക. അതേപോലെ തന്നെ അതേ ഫോൺ നമ്പറിൽ വരും. അപ്പം നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേണം ഇമെയിൽ ID കൊടുക്കുക. ഇമെയിൽ വെരിഫൈ ചെയ്യണം. അപ്പോൾ നിങ്ങളുടെ തൊട്ടടുത്ത് തന്നെ ഇമെയിൽ ഉള്ള ഫോൺ വയ്ക്കുക, അല്ലെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഫോണിൽ തന്നെയാണ് അത്രയും നല്ലത്. അപ്പം ഇമെയിൽ, ഫോൺ നമ്പർ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക. എപ്പോഴും അപ്ഡേഷൻസ് ആ ഇമെയിലിലേക്കും ഫോൺ നമ്പറിലേക്കും ആയിരിക്കും പോവുക. അതൊക്കെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെലക്ട് ഡിസ്ട്രിക്റ്റ്, ഏത് ഡിസ്ട്രിക്റ്റാണോ അത് സെലക്ട് ചെയ്യുക. പിന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻ കൊടുക്കുമ്പോൾ നിങ്ങളുടെ അതേ ഇൻസ്റ്റിറ്റ്യൂട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കണം. ഒരു സ്കൂള്, അത് ചിലപ്പം ഹൈസ്കൂള്, ഹയർ സെക്കൻഡറി, VHSC അങ്ങനെ പല ഡിപ്പാർട്ട്മെൻറ്റുകളായിരിക്കും. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കുക. അങ്ങനെ 3 ഡിപ്പാർട്ട്മെൻറ്റൊക്കെ ഉള്ളതാണെങ്കിൽ 3 എണ്ണമായിട്ടായിരിക്കും ഇതിൽ കാണുക. അപ്പം നിങ്ങളുടെ ഏതാണോ അത് നിങ്ങളുടെ ഫെസിലിറ്റേറ്ററിനോട് ചോദിച്ചിട്ട് നിങ്ങൾ ഏതാണോ അത് ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ അവർക്ക് നിങ്ങളുടെ അപ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ, നിങ്ങളുടെ YAPനെ. അപ്പം ഇതൊക്കെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ രജിസ്റ്റർ നൗ ഒന്ന് കാണാം. ആ രജിസ്റ്റർ നൗ ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മുടെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയി. ഇനി നിങ്ങൾ ഇപ്പോൾ ഇവിടെ ടൈപ്പ് ചെയ്ത ഇമെയിൽ ഉണ്ടാവുക. ആ ഇമെയിലിലേക്ക് ഒരു KDiskൻ്റെ മെസ്സേജ് പോയിട്ടുണ്ടാവും. അതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ YAPൻ്റെ പാസ്വേഡ് ലഭിക്കും. അപ്പം നിങ്ങളുടെ YAPൻ്റെ പാസ്വേഡ് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ഇനി ലോഗിനിൽ പോവുക, നിങ്ങളുടെ ഇമെയിൽ ടൈപ്പ് ചെയ്യുക. അതേപോലെ തന്നെ YAP തന്ന പാസ്വേഡ് ഇവിടെ ടൈപ്പ് ചെയ്യുക. എന്നിട്ട് സൈൻ ഇൻ എന്ന് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇതിൽ 4 പ്രോസസ്സിങ് ആണ് ചെയ്യാനുണ്ടാവുക. ഒന്ന് ഐഡൻറ്റി രജിസ്ട്രേഷൻ, പിന്നെ VOS, പിന്നെ ഗ്രൂപ്പ് ഫോർമേഷൻ ആൻഡ് അറ്റ് ലാസ്റ്റ് ഐഡിയ സബ്മിഷൻ. അപ്പം ഐഡൻറ്റി രജിസ്ട്രേഷനാണ് നമ്മൾ ഇനി ചെയ്യുക. ഐഡൻറ്റി രജിസ്ട്രേഷനിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പേര് നിങ്ങൾ ടൈപ്പ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഇമെയിൽ ഏതാണോ അത് നിങ്ങൾ ഇവിടെ ടൈപ്പ് ചെയ്യുക. ഇതൊക്കെ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവില്ല, കാരണം നിങ്ങൾ ആദ്യമേ കൊടുത്തതല്ലേ. ഇനി നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യേണ്ടി വരിക എന്ന് പറഞ്ഞാൽ കാറ്റഗറി, നിങ്ങൾ ഏത് കാറ്റഗറിയാണോ, ഫിഷർ ഫോക്സ്, ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ്, അല്ലെങ്കിൽ അതേഴ്സ്, ഇങ്ങനെ 4 ഓപ്ഷൻസ് തരും. അതിലേതാണോ അത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾ ഇയർ ഓഫ് സ്റ്റഡി, നിങ്ങൾ ഏത് വർഷമാണോ പഠിക്കുന്നത് അത് നിങ്ങൾ ഇവിടെ ടൈപ്പ് ചെയ്യുക. പിന്നെ ഡിപ്പാർട്ട്മെൻറ്റ് ഓർ ഡിവിഷൻ, ഇത് എന്ന് പറയുന്നത് YAP നമ്മളുടെ ഹൈസ്കൂൾ മുതൽ 8th സ്റ്റാൻഡേർഡ് മുതൽ 38-37 ഇയേഴ്സ് വരെയുള്ളവർക്ക് ഇതിൽ അപ്ലോഡ് ചെയ്യാം. അപ്പം ഇതിൽ എൻജിനീയറിംഗ് കോളേജസ്, അങ്ങനത്തെ VHSC, ഹയർ സെക്കൻഡറി, ഹൈസ്കൂൾ, എഞ്ചിനീയറിംഗ് കോളേജ്, അങ്ങനെ പല ഹയർ സ്റ്റഡീസ് ഉള്ളവർക്ക് വരെ YAP അപ്ലോഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ YAP അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ഏത് ഹൈസ്കൂളാണ്, ഡിവിഷനാണ് നിങ്ങൾ ഡിവിഷൻ, അല്ലെങ്കിൽ ഹയർ സ്റ്റഡീസ് ആണ് ഡിപ്പാർട്ട്മെൻറ്റ്, അത് നിങ്ങളിവിടെ കൊടുക്കുക. പിന്നെ പാസിംഗ് ഔട്ട് ഇയർ കൊടുക്കുക. ഇൻസ്റ്റിറ്റ്യൂഷൻ കാറ്റഗറി, ഞാനിപ്പോൾ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ ഏത് കാറ്റഗറിയോ, ഹൈസ്കൂളോ ഹയർ സെക്കൻഡറിയോ ഏതാണോ ആ നിങ്ങളിവിടെ കൊടുക്കുക. പിന്നെ നിങ്ങൾ ഏത് ജെൻഡർ, പിന്നെ ഡേറ്റ് ഓഫ് ബർത്ത്, അതും കൂടി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്കുണ്ടാവുക ടൈപ്പ് ഓഫ് പ്രൂഫ് ആയിരിക്കും. നിങ്ങളുടെ എന്ത് തരത്തിലുള്ള പ്രൂഫ്, അതിൽ നിങ്ങൾക്ക് കുറേ ഓപ്ഷൻസ് ഉണ്ടാവും. ID കാർഡ്, സ്കൂൾ ഐഡൻറ്റി കാർഡ് ഉണ്ടാവും. നിങ്ങൾക്ക് സ്കൂൾ ഐഡൻറ്റി കാർഡ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്യാം, ഇല്ലെങ്കിൽ നിങ്ങളുടെ ആധാർ കാർഡിൻ്റെ. അപ്പം നിങ്ങൾ ഫസ്റ്റ് നിങ്ങളുടെ സ്കൂളിലോ അല്ലെങ്കിൽ ആധാർ കാർഡിൻ്റെയോ ഒരു ഫോട്ടോ, പിന്നെ നിങ്ങളുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ അപ്ലോഡ് ചെയ്യാം. ഇത്രയും കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കണ്ടിന്യൂ എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും, അത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഇനി നിങ്ങൾക്ക് ഐഡൻറ്റി രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്താൽ പിന്നെ ഒരു VOS ആണ് അറ്റൻഡ് ചെയ്യാനുണ്ടാവുക. VOS എന്ന് പറയുന്നത് വോയിസ് ഓഫ് സ്റ്റേറ്റ് ഓർഡറിൻ്റെ ഒരു ക്വിസാണ് ഉണ്ടാവുക. അതിൽ ഇംഗ്ലീഷിലും മലയാളത്തിലും ഉള്ള ലാംഗ്വേജസിലുള്ള വീഡിയോസ് ആയിരിക്കും ഉണ്ടാവുക.
അതിൽ നിങ്ങൾ ഹൈസ്കൂൾ ലെവലൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് 10 ക്വസ്റ്റ്യൻസിൽ ഒരു 7 മാർക്സ് ലഭിച്ചാൽ നിങ്ങൾക്ക് അടുത്ത ലെവലിലേക്ക് പോകാം. ഈ ക്വിസിൽ ജയിച്ചാൽ മാത്രമേ ഇനി അടുത്ത ലെവലിലേക്ക് കടക്കാൻ പറ്റുള്ളൂ. അപ്പം ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഗ്രൂപ്പ് ഫോർമേഷനാണ്. ഗ്രൂപ്പ് ഫോർമേഷൻ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഗ്രൂപ്പ് ഫോർമേഷൻ നിങ്ങൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ കാണിച്ചു തരാം. ലോഗിൻ ചെയ്യുക. എന്നിട്ട് ഇപ്പോൾ പറഞ്ഞ ഐ ഡി രജിസ്ട്രേഷൻ ഒക്കെ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ക്രിയേറ്റ് ഗ്രൂപ്പിൽ ക്ലിക്ക് ചെയ്യുക. ക്രിയേറ്റ് ഗ്രൂപ്പിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗ്രൂപ്പിൻ്റെ നെയിം ടൈപ്പ് ചെയ്യാണ്ടാവും. ഗ്രൂപ്പിൻ്റെ നെയിം ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ നിങ്ങൾക്ക് ഗ്രൂപ്പ് നിങ്ങളുടെ ഗ്രൂപ്പിൽ ഇതാ ഇങ്ങനെ ഇൻവൈറ്റിംഗ് മെമ്പേഴ്സ് ഉണ്ടാവും, ഷെയർ ഇൻവിറ്റേഷൻ ഉണ്ടാവും, സ്കാനും ഉണ്ടാവും. ഇതിൽ നിങ്ങളുടെ ഇൻവൈറ്റിംഗ് ലിങ്കിൽ പോയിട്ട് നിങ്ങൾക്ക് അതിൽ VIP ഗ്രൂപ്പിൻ്റെ പാസ്വേഡ് ഉണ്ടാവും. ആ പാസ്വേഡ് നിങ്ങൾ ഗ്രൂപ്പ് നെയിം എന്നുള്ളിടത്ത് നിങ്ങൾ പുതിയ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഗ്രൂപ്പ് നെയിം ആ പ്ലേസിൽ നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഈ VIP ID ആണ് നിങ്ങളിവിടെ ടൈപ്പ് ചെയ്യണം, നിങ്ങൾക്ക് ലഭിച്ചത്. എന്നിട്ട് അത് സെർച്ച് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഗ്രൂപ്പ് ഫൗണ്ട് എന്ന് പറഞ്ഞിട്ടൊരു നോട്ടിഫിക്കേഷൻ വരും. അതിൽ ഗ്രൂപ്പ് ഫൗണ്ടിൽ ചെന്നിട്ട് നിങ്ങൾ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഗ്രൂപ്പ് കാണാൻ പറ്റും. ആ ഗ്രൂപ്പിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പാസ്വേഡ് ടൈപ്പ് ചെയ്യണ്ടാവും. അവർ തന്നെ തന്നൊരു പാസ്വേഡ് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ആ ഗ്രൂപ്പിലൊരു മെമ്പറായി. ആ ഗ്രൂപ്പ് ആരാണ് ക്രിയേറ്റ് ചെയ്തത് അവർക്ക് ഇൻവൈറ്റ് ചെയ്യുക ബാക്കിയുള്ളവരെ. അതേപോലെ തന്നെ അദ്ദേഹമായിരിക്കണം ഐഡിയ സബ്മിറ്റ് ചെയ്യുക. അങ്ങനെയുമുണ്ട്. ഇനി ഗ്രൂപ്പ് നെയിം എന്നുള്ളിടത്ത് ഗ്രൂപ്പ് ID, അതേപോലെ തന്നെ ഗ്രൂപ്പിൻ്റെ പാസ്വേഡും. ഇനി നിങ്ങൾക്ക് പ്രോബ്ലം ഷെൽഫ് ഉണ്ടാവും, അല്ലെങ്കിൽ ക്രിയേറ്റ് യുവർ ഓൺ ഐഡിയ. നമ്മൾക്ക് സ്വയം ഒരു ഐഡിയ എന്ന് പറഞ്ഞാൽ നമ്മളുടെ നമ്മുടെ കേരളത്തിനെ ബേസ് ചെയ്ത് സോഷ്യലായിട്ട് ആൾക്കാർ അനുഭവിക്കുന്ന ആ പ്രശ്നങ്ങൾ നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് അതിനെന്തെങ്കിലും ഒരു സൊല്യൂഷൻ കണ്ടെത്തുക. ആ സൊല്യൂഷൻ നിങ്ങൾ ഇതിൽ അപ്ലോഡ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രോബ്ലം കിട്ടുന്നില്ലെങ്കിൽ ഇതിൽ തന്നെ പ്രോബ്ലം ഷെൽഫ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ടാവും. അതിൽ കുറേ ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്. എഗ്രിഗേഷൻ പ്ലാറ്റ്ഫോം, ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് അഡാപ്റ്റേഷൻ, എഗ്രികൾച്ചർ ആൻഡ് അഗ്രോ ഫോറസ്ട്രി, ഡയറി ആൻഡ് ഫുഡ് പ്രോസസ്സിംഗ്, ആനിമൽ ഹസ്ബൻഡറി ആൻഡ് പോൾട്രി, എഗ്രിഗേഷൻ പ്ലാറ്റ്ഫോം, അങ്ങനെ പറഞ്ഞിട്ട് കുറേ ഉണ്ടാവും. ഇത് മാത്രമല്ല കുറേ. അപ്പം ഇതിൽ ഓരോ കാറ്റഗറിയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറേ പ്രോബ്ലംസ്. എഗ്രികൾച്ചറാണ്. ഇപ്പോൾ എഗ്രികൾച്ചറിൽ കൊടുത്ത ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ ക്രോപ്പ് ലോസ് ഡ്യൂ ടു ആനിമൽസ് ഈ ക്രോപ്പ് ലോസ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പം അതൊരു പ്രോബ്ലമാണ്. അതിന് എങ്ങനെയും സൊല്യൂഷൻ നിങ്ങൾക്ക് കണ്ടെത്താം. അപ്പം അങ്ങനെ കണ്ടെത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഐഡിയ സബ്മിഷനിൽ സബ്മിറ്റ് ഐഡിയ എന്നുള്ളതിൽ നിങ്ങൾ ഫ്രം ദ എക്സിസ്റ്റിംഗ് പ്രോബ്ലം എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. ക്രിയേറ്റ് ഐഡിയ അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഐഡിയ സബ്മിഷൻ്റെലേക്ക് കിടക്കുകയാണ് നമ്മൾ. അപ്പോൾ സെലക്ട് ഫെസിലിറ്റേറ്റർ എന്നുള്ളത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അതിൽ നിങ്ങളുടെ ഫെസിലിറ്റേറ്റർ നിങ്ങൾ സ്കൂളിൽ തന്നെ ഫെസിലിറ്റേറ്റർ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അവിടെ ലഭ്യമാകും. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നെയിം, ഇമെയിൽ ഓൾറെഡി ലഭിച്ചു കഴിഞ്ഞാൽ നെയിം, ഇമെയിൽ, ഫോൺ നമ്പർ, ആ ഫെസിലിറ്റേറ്ററിൻ്റെ നെയിം, ഇമെയിൽ, ഫോൺ നമ്പർ അവിടെ ഓൾറെഡി കിട്ടും. പിന്നെ അതിൻ്റെ പ്രോബ്ലത്തിൻ്റെ ടൈറ്റിൽ, തീം ഓഫ് ഐഡിയ, പ്രൊജക്റ്റ് കാറ്റഗറി ആൻഡ് ഫോക്കസ്. ഇനി എന്താണ് ചെയ്യേണ്ടത് ഞാൻ കാണിച്ചു തരാം. നമ്മളിപ്പം സബ്മിഷൻ ആണെങ്കിൽ നിങ്ങൾ തീം ഓഫ് ഐഡിയ എന്താണെന്ന് നോക്കുകയാണെങ്കിൽ കുറേ തീം ഉണ്ടാവും. നിങ്ങൾക്ക് ഡയറി, ആനിമൽ ഹസ്ബൻഡറി, ഫിഷറീസ്, അങ്ങനെ കുറേ തീം ഉണ്ടാവും. അതിൽ നമുക്കിപ്പം എഗ്രികൾച്ചറോ അല്ലെങ്കിൽ ആനിമൽ ഹസ്ബൻഡറി എടുക്കാം. ആനിമൽ ഹസ്ബൻഡറി തന്നെ കുറേ അല്ലാത്ത തന്നെ സബ് തീംസ് ഉണ്ടാവും. അതിൽ ഇൻക്യുബേറ്റർ, ഫോർഡർ ആൻഡ് ഫീൽഡ്, സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ്. അതിലുമ്പോൾ സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് ജസ്റ്റ് എടുക്കാം. എന്നിട്ട് എക്സ്പ്ലെയിൻ ദ പ്രോബ്ലം സ്റ്റേറ്റ്മെൻറ്റ് ഇൻ 1 ലൈൻ. ഒരു ലൈനിൽ നിങ്ങളുടെ പ്രോബ്ലം എന്താണെന്ന് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക, ജസ്റ്റ് ഒരു ലൈനിൽ. പിന്നെ കഴിഞ്ഞിട്ട് പ്ലീസ് ഗിവ് എ ഡീറ്റെയിൽഡ് ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദ പ്രോബ്ലം. പിന്നെ ആ പ്രോബ്ലത്തിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് അവിടെ കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് പ്ലീസ് എക്സ്പ്ലെയിൻ ഹൂ ഈസ് എഫക്റ്റഡ് ബൈ പ്രോബ്ലം. ഈ പ്രോബ്ലം ആരാണ് എഫക്റ്റ് ചെയ്യുന്നതെന്ന് നിങ്ങൾ കൊടുക്കുക. പിന്നെ എക്സ്പ്ലെയിൻ ദ റൂട്ട് കോസ് ഓഫ് ദ പ്രോബ്ലം. ഈ പ്രോബ്ലത്തിൻ്റെ റൂട്ട് കോസ്, എവിടെ നിന്നാണ് ഇതിൻ്റെ റൂട്ട് ഉണ്ടാവില്ലേ. പിന്നെ എക്സിസ്റ്റിംഗ് സൊല്യൂഷൻ, ഇതിനൊരു എക്സിസ്റ്റിംഗ് സൊല്യൂഷൻ ഉണ്ടോ, പിന്നെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണ്, പിന്നെ ഇതിൽ നിന്ന് എക്സ്പെക്റ്റഡ് ഔട്ട്കംസ്, നിങ്ങളുടെ എയിം എന്താണ്,
പിന്നെ പ്ലീസ് ഗിവ് എ ടൈറ്റിൽ ടു. ഇതിന് നിങ്ങൾ ഒരു മെഷീനാണെങ്കിൽ ആ മെഷീൻ്റെ നെയിം ഇവിടെ കൊടുക്കുക. അത് നിങ്ങൾ 10 വേർഡ്സിൽ കൊള്ളിക്കാൻ ശ്രമിക്കുക. എന്ന് പറഞ്ഞാൽ വലിയ നെയിംസൊക്കെ ആണെങ്കിൽ അത് നിങ്ങൾ ചെറിയ അതിൻ്റെ ഫസ്റ്റ് ലെറ്റേഴ്സ് യൂസ് ചെയ്ത് MSB അങ്ങനെയൊക്കെ 3 ലെറ്റേഴ്സ് കൊടുത്തിട്ട് അതിൻ്റെ ഫുൾ ഫോം ഉണ്ടാവും. പക്ഷേ നിങ്ങൾ അങ്ങനെ കൊടുക്കുക. എന്നിട്ട് വൈ ഡു യു വാണ്ട് ടു സോൾവ് ദിസ് പ്രോബ്ലം, എന്തിനാണ് നിങ്ങൾ സോൾവ് ചെയ്യുന്നത്, അത് നിങ്ങൾ ഇവിടെ കൊടുക്കുക. പിന്നെ ഐഡിയ ഇൻ എ പാരഗ്രാഫ്, അത് നിങ്ങളിവിടെ കുറച്ച് നല്ലോണം എല്ലാവരെയും ആകർഷിക്കുന്ന രീതിയിൽ നിങ്ങളിവിടെ ടൈപ്പ് ചെയ്യാം. അപ്പോൾ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? പിന്നെ ലെറ്റസ് നോ ഹൂ ഇസ് ദ കസ്റ്റമർ ഫോർ യുവർ പ്രൊഡക്റ്റ് ഓർ സൊല്യൂഷൻ, ആരാണ് ഇതിൻ്റെ കസ്റ്റമറോ അല്ലെ പ്രൊഡക്ഷൻ. പിന്നെ ദ ഐഡിയ എന്താണ്, പ്രൊഡക്റ്റോ റിസർച്ചോ സോഷ്യലോ എന്തായിക്കോട്ടെ അത് നിങ്ങൾ കൊടുക്കുക. പിന്നെ ഈ ഐഡിയ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ YAP തന്നെ വോയിസ് ഓഫ് കസ്റ്റമർ സർവേ എന്ന് പറഞ്ഞിട്ട് ഒരു PDF ലഭിക്കും. അതിൽ നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് ബേസ് ചെയ്ത് നിങ്ങളൊരു സർവേ നടത്തിയിട്ട് ആ സർവേൻ്റെ റിസൾട്ട് നിങ്ങളിവിടെ സെലക്ട് ഫയലിൽ പോയിട്ട് നിങ്ങളുടെ ഗാലറിയിൽ നിന്ന് ഇവിടെ കൊടുക്കുക. പിന്നെ സൊല്യൂഷൻ ടൈം ഇംപ്ലിമെൻറ്റിംഗ് ദ ഐഡിയ, അത് എസ്റ്റിമേറ്റഡ് സൊല്യൂഷൻ ടൈം ഇംപ്ലിമെൻറ്റിംഗ് ദ ഐഡിയ, എത്ര കാലം എടുക്കും നിങ്ങൾ ഈ ഐഡിയ നിലവിൽ കൊണ്ടുവരാൻ. ചെറിയ സിമ്പിൾ റിസർച്ചൊക്കെയാണ്, അത്ര ഐഡിയ ഒന്നും കുറേ കാലം വേണ്ട. പിന്നെ കോസ്റ്റ്, ഇത് എത്രത്തോളം കോസ്റ്റ് ചുരുക്കാൻ പറ്റുമോ അത്രത്തോളം നിങ്ങൾ ശ്രമിക്കുക. ഇതിൽ എത്ര കോസ്റ്റ് ആയാലും കുഴപ്പമില്ല, പക്ഷേ ആ കോസ്റ്റിനനുസരിച്ചുള്ള പ്രൊഡക്റ്റ് ആവണം നിങ്ങളുടെ ഐഡിയ. പിന്നെ ഹാസ് എനി മെമ്പേഴ്സ് ഓഫ് നിങ്ങളുടെ ടീമിലെ ഏതെങ്കിലും മെമ്പേഴ്സിന് എന്തെങ്കിലും റെക്കഗ്നൈസേഷൻ ലഭിച്ചിട്ടുണ്ടോ, യെസ് ഓർ നോ. പിന്നെ പ്രോട്ടോടൈപ്പ്, ഇതിൻ്റെ പ്രോട്ടോടൈപ്പ് നിങ്ങൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടോ. പിന്നെ ഇതിൻ്റെ പ്രൊഡക്റ്റ് ഇതിനെന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് അറ്റംപ്റ്റ് നടത്തിയിട്ടുണ്ടോ, യെസ് എന്നാണെങ്കിൽ ഡിസ്ക്രിപ്ഷനും അതിൻ്റെ ഫയലും നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടി വരും. പിന്നെ ഇനി പാറ്റൻറ്റ് അപ്ലോഡ് ചെയ്യാൻ ഉണ്ടോ ഇല്ലേ എന്ന് നിങ്ങൾ ഉണ്ടെങ്കിൽ യെസ് എന്ന് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ഡിസ്ക്രിപ്ഷനും ഫയലും അപ്ലോഡ് ചെയ്യാം. ഇതൊക്കെ കഴിഞ്ഞ് കണ്ടിന്യൂ കൊടുത്താൽ നിങ്ങളുടെ ഐഡിയ സബ്മിഷൻ കംപ്ലീറ്റ് ആയി. ഇനി നിങ്ങളുടെ ഐഡിയ നിങ്ങളുടെ സ്കൂളിലെ ടീച്ചേഴ്സ് അപ്രൂവ് ചെയ്യണം. ഏതാണ് ഫെസിലിറ്റേറ്റർ, അത് ആ ടീച്ചറിൻ്റെ ഇമെയിലിലേക്ക് ഒരു ലിങ്ക് പോയിട്ടുണ്ടാവും. ആ ലിങ്കിൽ ടീച്ചേഴ്സ് അപ്രൂവ് ചെയ്യണം. അതേപോലെ തന്നെ നിങ്ങളുടെ സ്കൂളിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങളുടെ ഐഡിയ നിങ്ങളുടെ സ്കൂളിൽ നിന്ന് ഹയർ ലെവലിലേക്ക് കടത്തി വിടുള്ളൂ. അപ്പോൾ നിങ്ങളുടെ ഐഡിയ എല്ലാം കംപ്ലീറ്റ് ആയി. ഇനി ഈ ഐഡിയ ട്രാക്കിംഗ് ഓഫ് ഐഡിയ, ഓൾ ഐഡിയാസ്, നിങ്ങളുടെ ഐഡിയാസ് എന്തൊക്കെയാണ് ഇവിടെ കാണാം. സബ്മിറ്റഡ്, അപ്രൂവ്ഡ്, റിജക്റ്റഡ്, ഏതൊക്കെയാണ് അപ്രൂവ് ചെയ്തത് ഏതൊക്കെയാണ് റിജക്റ്റ് ചെയ്തത് അത് ഇവിടെ നമുക്ക് ലഭ്യമാകും. അപ്പം ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ പറയുന്ന ഈ നമ്പറിൽ നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയച്ച് ചോദിച്ചാൽ മതി. വീഡിയോ അധികം വലുപ്പമാക്കട്ടെ എന്നതുകൊണ്ട് ഇതിലെ ഷെൽഫിലെ പ്രോബ്ലത്തിനെ ബേസ് ചെയ്തിട്ട് അതിനെ കുറച്ചും കൂടി വിശദീകരിച്ച് പറഞ്ഞു തരുന്ന രീതിയിലേക്കും, പിന്നെ ഇതിൽ ഇനി ആവശ്യമുള്ള ഘടകങ്ങൾ ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്തിട്ട് നിങ്ങൾക്ക് വേറെ വീഡിയോ ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ നിങ്ങൾക്ക് ഇതിനെ ബേസ് ചെയ്തിട്ട് എല്ലാ അപ്ഡേഷൻസും ലഭിക്കുന്നതായിരിക്കും. ഞാൻ പറയുന്ന എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ പറയുന്ന ഈ നമ്പറിൽ ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി.